Good afternoon. Good afternoon. Screen എല്ലാം കാണാലോ. Good afternoon. നമ്മൾ എക്സസൈസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പേഷ്യന്റ് റെക്കോർഡ് കണ്ടൻസ് തുടങ്ങിയിരുന്നു അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. ലക്ഷ്മിനെ കാണാറുണ്ടായില്ലല്ലോ, ക്ലാസ് കയറാറുണ്ടായില്ലേ? തിരക്കായി പോയി. ഓക്കെ. ഓക്കെ, ഇത് കുറച്ച് ഇന്നലെ പറഞ്ഞിരുന്നല്ലേ പേഷ്യന്റ് റെക്കോർഡ് കണ്ടൻസ് എന്താണെന്ന്. ഈ കണ്ടൻസിൽ ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. The following provides a general overview of record content and the person or persons responsible for capturing the content during a single episode of care. It shows that the patient record is repository for a variety of healthcare data and information gathered by many different individuals involved in patient care. Okay, അപ്പൊ നമ്മൾ ഈ പേഷ്യന്റ് റെക്കോർഡ് കണ്ടൻസിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതായത് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ അത് വ്യത്യസ്ത ഇൻഡിവിജ്വൽസ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിൽ ഈ പേഷ്യന്റ് കണ്ടൻസിൽ വരുന്ന പേഷ്യന്റ് റെക്കോർഡ് കണ്ടൻസിൽ വരുന്ന പ്രധാന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഓരോ കണ്ടൻസുകളും കൈകാര്യം ചെയ്യുന്നത് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. ഡോക്ടേഴ്സ് ആവാം, ഹെൽത്ത് കെയർ സ്റ്റാഫ്സ് ആവാം, നഴ്സ് ആവാം, മറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കണ്ടൻസിൽ ഉൾപ്പെടുന്ന പേഷ്യന്റ് റെക്കോർഡ് കണ്ടൻസിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ, പ്രോബ്ലം ലിസ്റ്റ്, മെഡിക്കേഷൻ റെക്കോർഡ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്സ്, ദെൻ പ്രോഗ്രസ് നോട്ട്. ഇവിടെ വരെ നമുക്ക് നോക്കാം. പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റിൽ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത്? Information found on the identification screen of a health or medical record originate at the time of registration or admission. നമ്മൾ ആദ്യം സ്ക്രീനിങ് നടത്തുന്നത് എപ്പോഴാണ്? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എപ്പോഴാണ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെല്ലുന്ന ആ ഒരു സമയത്ത് അല്ലെ. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു സ്ക്രീനിങ് പ്രോസസ് ആണ് അല്ലെ. അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ ടൈമിലോ അഡ്മിഷൻ ടൈമിലോ ആണ് അത് നമ്മൾ നടത്തുന്നത് അല്ലെ. യെസ്. The identification data generally include at least a patient's name, address, telephone number, insurance carrier, and policy number, as well as the patient's diagnosis and disposition of the discharge. Okay, അപ്പൊ ഈ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻസിന്റെ സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കുന്ന ഡാറ്റാസിലെ ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഇൻഫോർമേഷൻ അതിൽ ഉൾപ്പെടുന്നുണ്ട്? പേഷ്യൻസിന്റെ നെയിം, അഡ്രസ് വരുന്നുണ്ട്, ടെലിഫോൺ നമ്പർ, ഇൻഷുറൻസ് കാരിയർ ആൻഡ് പോളിസി നമ്പർ. ഓക്കെ, ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് ആ ഡയഗ്നോസിസ് പ്രോസസ്സിന്റെ സമയത്തും അല്ലെങ്കിൽ ഡിസ്ചാർജിന്റെ സമയത്തും ആവശ്യമായിട്ടുള്ള ഡാറ്റാസുകൾ തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ഫസ്റ്റ് ടൈമിലാണ് നമ്മൾ, അതായത് അഡ്മിഷൻ ടൈമിലാണ് നമ്മൾ ഈ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അവിടെ വരെ പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിലൂടെയാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് ഉടലെടുക്കുന്നത്. ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു പേഷ്യന്റ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. യെസ്, നമ്മൾ ആദ്യം എത്തുന്നു, നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്യുന്നത് പ്രകാരം എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ ഒറിജിനേറ്റ് ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ ടൈമിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
These diagnoses are recorded by the physicians and coded by administrative personnel. ഇത് ഇത്തരം ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ആരൊക്കെയാണ്? ഫിസിഷ്യൻ അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പേഴ്സൺസ് ആയിരിക്കും. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ കമ്പോണന്റ് ഓരോ കോഡ്സുകളെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓരോ കോഡ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. Identification component of the data is used as a clinical and administrative document. The identification component of the data is used as a, അതായത് നമ്മൾ ഈ സ്ക്രീനിങ്ങിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ രജിസ്ട്രേഷൻസിന്റെ ഡാറ്റ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ സ്ക്രീൻ ടെസ്റ്റിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ എല്ലാത്തരം ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷൻ കമ്പോണന്റ് ആണ്. ആ രോഗിയെ തിരിച്ചറിയുന്നതിനുള്ള പ്രത്യേകമായൊരു പ്രൊസീജിയർ ഫോം ആണ് അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ് എന്താ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? അതൊരു ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് ആയിട്ടാണ് നമ്മൾ അതിന് സൂക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം അണ്ടർലൈൻ ചെയ്യാം. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് നെയിം മുതൽ പോളിസീസ് നമ്പർ വരെ. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് എന്താണെന്ന്? ഏത് സമയത്താണ് നമ്മൾ അത് ആദ്യം രേഖപ്പെടുത്തുന്നത്? ഏത് സമയത്താണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് ചെയ്യുന്നത്? സമയത്താണ്? ഹലോ, രജിസ്ട്രേഷൻ ടൈമിൽ അല്ലെങ്കിൽ അഡ്മിഷൻ ടൈമിലാണ് നമ്മൾ ഇത്തരം ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇതിൽ നിന്നാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. It offers quick view of the diagnosis that required attention during the encounter. The codes and other demographic details are used for refreshment and planning purpose. Okay. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ക്ലിനിക്കൽ ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈ ഡാറ്റാസ് നമ്മൾ എന്തിനും ഉപയോഗിക്കുന്നുണ്ട്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ്, മറ്റ് ഡെമോഗ്രാഫിക് കോഡിങ്സിനും അല്ലെങ്കിൽ മറ്റ് റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പ്ലാനിങ് പർപ്പസിനെല്ലാം തന്നെ നമ്മൾ ഈ പേഷ്യൻസിന്റെ ഈ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ സ്ക്രീനിങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രത്തോളം പേഷ്യൻസ് രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്, എത്രത്തോളം പേരുടെ റെക്കോർഡുകൾ, പേഷ്യന്റ് റെക്കോർഡുകൾ നമ്മളെ ആക്സസ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്രത്തോളം പേഷ്യൻസിന്റെ എണ്ണം വരെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ടും ഈ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ സഹായിക്കുന്നു കേട്ടോ. നിങ്ങൾ ഇവിടെ അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അത് മാത്രമേ അതിൽ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. ഐഡന്റിഫിക്കേഷൻ സ്കെയിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ക്ലിയർ ആണോ അത്? യെസ്. നെക്സ്റ്റ് വൺ, അടുത്തൊരു പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റിന്റെ മറ്റൊരു കണ്ടന്റ് ആണെന്ത്? ഇപ്പൊ നമ്മൾ പഠിച്ചത് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ. അടുത്ത കണ്ടന്റ് എന്താണ്? പ്രോബ്ലം ലിസ്റ്റ്. എന്തായിരിക്കും പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ ഇൽനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ? ഓക്കെ, നോക്കാം. Patient record frequently contain a comprehensive problem list which identifies significant illness and operation that the patient has experienced. എന്താണ് ഒരു പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്? അണ്ടർലൈൻ ചെയ്യാം. Patient records frequently contain a comprehensive problem list. നമുക്കറിയാം ഒരു പേഷ്യന്റ് റെക്കോർഡ്സിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തിനെ കുറിച്ചിട്ടാണ്? ആ പേഷ്യന്റ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന രോഗാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ആളുടെ ഇൽനെസ് എന്താണ്, അതിന്റെ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ? ആ പേഷ്യന്റിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം അല്ലെങ്കിൽ രോഗം എന്താണെന്നായിരിക്കും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക? പ്രോബ്ലം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുക അല്ലെ? യെസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുക. ഐഡന്റിഫൈ സിഗ്നിഫിക്കന്റ് ഇൽനെസ് ആൻഡ് ഓപ്പറേഷൻ ദാറ്റ് പേഷ്യന്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ പേഷ്യന്റ് അനുഭവിക്കുന്ന പ്രോബ്ലം എന്താണെന്നുള്ളതാണ് നമ്മൾ അതിൽ ഓൾറെഡി രേഖപ്പെടുത്തിയിരിക്കുക. ഓക്കെ, this list is generally maintained over time. നമ്മളിത് എന്ത് ചെയ്തിരിക്കണം? ഇത് മെയിൻറ്റെയിൻ ചെയ്ത്
കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു റെക്കോർഡിക്കൽ ഫോമാണ് എന്താ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ രോഗിയുടെ അവസ്ഥയെ കുറിച്ചിട്ടുള്ള യഥാർത്ഥ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത് ഈ പ്രോബ്ലം ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, യെസ്. It is not specific to a single episode of care and may be maintained by the attending or primary care physician or collectively by all the healthcare providers involved in the patient's care. Okay. ഇനി ഈ ഒരു പ്രോബ്ലം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആരായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്? ആർക്ക് വേണമെങ്കിലും ഈ ഒരു ലിസ്റ്റ് പരിപാലിക്കാവുന്നതാണ്. ഓക്കെ, അതായത് പേഷ്യന്റിനെ പരിചരിക്കുന്ന ഏത് ഒരു സിംഗിൾ എപ്പിസോഡിലും എന്താണ് അത് ആരാണോ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും എന്താണ് ആ പ്രോബ്ലം ലിസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോബ്ലം ലിസ്റ്റിൽ കാര്യങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടർ മാത്രമായിരിക്കില്ല, പല സ്പെസിഫിക് ഫീൽഡിൽ നിന്ന് പല ആൾക്കാരും വരാറുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് വരാറുണ്ട്, പിന്നെ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ, അങ്ങനെ പല ആൾക്കാരും വന്ന് കണ്ടുപോകാറുണ്ട് ഒരു പേഷ്യന്റിനെ അല്ലെ. അവര് ഓരോ പ്രാവശ്യം ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ എന്താണ് ഓരോ കാര്യങ്ങൾ, അതായത് ആളുടെ പ്രോബ്ലത്തെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ ലിസ്റ്റിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലെ. നമ്മളും എവിടെയെങ്കിലും അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഡോക്ടേഴ്സോ നഴ്സോ അല്ലാതെ വേറെ ആരെങ്കിലും വന്ന് നമ്മളെ പരിചരിക്കാറുണ്ട്. ഹെൽത്ത് കെയർ മേഖലയിൽ ഉന്നത പദവിയുള്ള ആരെങ്കിലായിരിക്കാം, അല്ലെങ്കിൽ PR ഉൾപ്പെടെ ഹെൽത്ത് കെയറിലെ PR ഉൾപ്പെടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിക്കാറുണ്ട്. ഓക്കെ, ആൾക്കും വരെ എന്താണ് ഈ ലിസ്റ്റസ് അല്ലെങ്കിൽ ആ പ്രോബ്ലം ലിസ്റ്റസിൽ എന്ത് പേഷ്യന്റ് എന്താണോ പറയുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആർക്ക് വേണമെങ്കിൽ എന്താണ് ഈ ഒരു പ്രോബ്ലം ലിസ്റ്റ് പരിപാലിക്കാവുന്നതാണ്. ഇന്ന ആള് തന്നെ വേണമെന്നൊന്നും നിർബന്ധം. ഓക്കെ, എന്നിരുന്നാൽ പോലും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഒരു പ്രോബ്ലം ലിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആരായിരിക്കും? ഫിസിഷ്യൻ ആണ് അല്ലെ. ഫിസിഷ്യൻ കഴിഞ്ഞ് ബാക്കി ആർക്ക് വേണമെങ്കിൽ അത് പരിപാലിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഒരു പ്രോബ്ലം ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പേഷ്യന്റിന്റെ ഇൽനെസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് ആളുടെ കണ്ടീഷനുമായി ബന്ധപ്പെട്ട ആൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആ പ്രോബ്ലം ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, അത് ഹെൽത്ത് കെയർ മേഖലയിലെ എല്ലാവർക്കും ഈ ഒരു ലിസ്റ്റ് പരിപാലിക്കാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ പ്രോബ്ലം ലിസ്റ്റ് എന്താണ്? സിമ്പിൾ ടേംസിൽ പറഞ്ഞ എന്താണ്, ഒരു പേഷ്യന്റ് നേരിടുന്ന സ്പെസിഫിക് പ്രോബ്ലത്തെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഔട്ട് ആണ് പ്രോബ്ലം ലിസ്റ്റ്. ഇത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ? ഇനി അടുത്ത കണ്ടന്റ് എന്താണ്? പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റിലെ അടുത്ത കണ്ടന്റ് എന്താണ്? മെഡിക്കേഷൻ റെക്കോർഡ്സ്. മെഡിക്കേഷൻ റെക്കോർഡ്സ് സംടൈംസ് കോൾഡ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്. ഇതിനെ നമ്മള് വേറൊരു പേര് പറയുന്നത് എന്താണ്? അണ്ടർലൈൻ ചെയ്യാം. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്. മെഡിക്കേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ സംടൈംസ് കോൾഡ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് അഥവാ MAR കേട്ടോ. MAR മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്. എന്തായിരിക്കും ഇത് മെഡിക്കേഷൻ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ? പ്രോബ്ലം ലിസ്റ്റിൽ നമ്മൾ എന്താ പഠിച്ചത്? പേഷ്യന്റിന്റെ ഇൽനെസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ലെ, ആളുടെ പ്രത്യേക പ്രോബ്ലത്തെ കുറിച്ച്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ സൂചിപ്പിക്കുന്നത്? എന്തിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡാണിത്? മെഡിക്കേഷൻ റെക്കോർഡ്. യെസ്, മെഡിസിൻസിനെ കുറിച്ചിട്ട് അല്ലെ. യെസ്, the record lists medicines prescribed for a subsequently administered to the patient. It often also includes any medication allergies that the patient may have. Nursing personnel are generally responsible for documenting and maintaining medication information in acute care settings because they are responsible for administering medications according to the physician written or verbal orders. So medication records നമ്മൾക്ക് ആ രോഗിക്ക് ഏതൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കേണ്ടത്, ആളുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പേഷ്യൻസിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു മെഡിക്കേഷൻ റെക്കോർഡ്സിൽ? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ജസ്റ്റ് ഒന്ന് ലെക്ചർ ചെയ്ത് പോവാട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? മരുന്നുകളുടെ പേര് അല്ലെ, നെയിംസ് ഓഫ് ഡ്രഗ്സ് ഉണ്ടായിരിക്കും, ഡോസേജ് ഉണ്ടായിരിക്കും അല്ലെ, ഏതൊക്കെ ഡോസേജസ് ആണ്, പിന്നെ ഏതൊക്കെ ഫ്രീക്വൻസി, അതായത് നമ്മൾ രാവിലെ വൈകിട്ട് ഏതൊക്കെ ഇടവേളകളിലാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലെ എന്നുള്ള കാര്യങ്ങൾ. ഫ്രീക്വൻസി
ടൈം കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ചിലതിന് നമ്മൾ പർപ്പസ് കൊടുക്കും. ആ മരുന്ന് കഴിക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്ന് ഓൾറെഡി മെഡിക്കേഷൻ റെക്കോർഡിൽ ചിലതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ അത് കഴിക്കുന്നതിന്റെ പർപ്പസ് എന്താണ്. ചില പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിക്കുന്ന മരുന്നിനെ കുറിച്ച് അറിയാനുള്ള എല്ലാത്തരം അവകാശങ്ങളുണ്ട് അല്ലെ. അപ്പൊ ചിലത് എന്താണ് നമ്മൾ ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഡോക്ടറെ ഞാനത് കഴിക്കുന്നത് ചോദിക്കുമ്പോൾ എന്താണ്, ഓൾറെഡി ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയാം പെയിൻ കില്ലേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ ഗ്യാസ്ട്രിക്കിന് വേണ്ടി ഗ്യാസ്ട്രിക് കണ്ടൻസ് ഒഴിവാക്കാനായിട്ടുള്ളതാണ്, എന്തെങ്കിലുമൊക്കെ ഡിസ്ക്രിപ്ഷൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, പിന്നെ ജനറിക് ഡ്രഗ് ആണോ ബ്രാൻഡഡ് ഡ്രഗ് ആണോ എന്നും രേഖപ്പെടുത്തി. ജനറിക് മെഡിസിൻസ് ആണോ ബ്രാൻഡഡ് മെഡിസിൻസ് ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഫുഡിന് ശേഷം, ആഫ്റ്റർ ഫുഡിന് ശേഷം കഴിക്കേണ്ട മരുന്നുകൾ, അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രി മാത്രം അങ്ങനെ കഴിക്കുന്ന സമയങ്ങളില്ലേ, ഓക്കെ യെസ്, അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആന്റിബയോട്ടിക്സുകൾ ആണെങ്കിൽ എന്താണ്, നമ്മൾ നിർബന്ധമായിട്ടും ആ കൃത്യ ടൈമിൽ തന്നെ അത് ഫോളോ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ 5 ദിവസത്തെ കോഴ്സോ 7 ദിവസത്തെ കോഴ്സോ ഒക്കെ ആയിരിക്കും ആന്റിബയോട്ടിക്കിന്. അപ്പൊ അത് കൃത്യമായിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെന്താണ്, യെസ്, അപ്പൊ ഒരു മെഡിക്കേഷൻ, ഒരു രോഗിയുടെ മരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഓൾറെഡി. ഇനി അലർജിക്കുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തി. അലർജി ഉള്ള മെഡിസിൻസ് ഒക്കെ മാറ്റി വേറെ അലർജി ഇല്ലാത്ത മെഡിസിൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ പേഷ്യന്റ് ഏതൊക്കെ തരത്തിൽ അലർജിക് പേഷ്യന്റ് ആണെന്ന് കൂടിയിട്ട് നമ്മൾ അത് ഓൾറെഡി അതിൽ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ PMR പോലെ തന്നെ വേറൊരു റെക്കോർഡ് കൂടിയുണ്ട്. സോറി, MAR പോലെ തന്നെ വേറൊരു റെക്കോർഡ് കൂടിയുണ്ട്. എന്താണത്? PMR. നോക്കിക്കോളൂ, നോട്ട് ചെയ്യാട്ടോ. PMR എന്തായിരിക്കും? PMR എന്ന് പറയുന്നത് പേഴ്സണൽ മെഡിക്കേഷൻ റെക്കോർഡ് കേട്ടോ. പേഴ്സണൽ മെഡിക്കേഷൻ റെക്കോർഡ്, PMR, പേഴ്സണൽ മെഡിക്കേഷൻ റെക്കോർഡ്. അവിടെ കൊടുത്തിട്ടില്ലല്ലോ, ഞാൻ എക്സ്ട്രാ പറഞ്ഞു തന്നതാണ്. പേഴ്സണൽ മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ മെഡിക്കേഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്സ് എന്ന് ഇതിനെ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മരുന്നുകളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. ഇനി ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എഴുതുന്നത് ആരായിരിക്കും? ഇതിന്റെ ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരാണ്? ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ പ്രകാരം, ഒന്നുകിൽ റിട്ടേൺ ഓർഡറോ അല്ലെങ്കിൽ വെർബലി ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട്, ചിലപ്പോൾ ഡോക്ടേഴ്സ് തന്നെ എഴുതും, അല്ലെങ്കിൽ അത് ആരാണ് എഴുതിയെടുക്കുന്നത്? നഴ്സിംഗ് പേഴ്സൺ ആയിരിക്കും അല്ലെ, നഴ്സുമാരായിരിക്കും അത് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അക്യൂട്ട് കെയർ സെറ്റിംഗ്സിലൊക്കെ എന്താണ് മെഡിക്കേഷൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡോക്ടർ പറയുന്നതനുസരിച്ച് ചില സമയത്ത് ചിലതില് ഡോക്ടേഴ്സ് തന്നെ എഴുതി കൊടുക്കാറുണ്ട് അല്ലെ, ചില സമയങ്ങളിൽ സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട്. ചിലപ്പോഴെന്താണ് ഡോക്ടേഴ്സ് പറയും, ആരാണ് എഴുതിയെടുക്കുന്നത്? നഴ്സുമാരത് കൃത്യമായിട്ട് എഴുതിയെടുക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ചിലപ്പോൾ ഡോക്ടർ റിട്ടേൺ ഓർഡർ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡോക്ടർ പറയുകയായിരിക്കും ചെയ്യും. ചിലപ്പോൾ എഴുതിയും കൊടുക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ഓർഡറും കൊടുക്കാം. ഓക്കെ, അപ്പോൾ മെഡിക്കേഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു പേഷ്യന്റിന്റെ സ്പെസിഫിക് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കേഷൻ അക്കോർഡിംഗ് ടു ഫിസിഷ്യൻസ് റിട്ടേൺ ഓർ വെർബൽ ഓർഡേഴ്സ്. ഓക്കെ, നഴ്സുമാര് ഡോക്ടേഴ്സിന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് മരുന്നിന്റെ രോഗികൾക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആണോ മെഡിക്കേഷൻ റെക്കോർഡ്? യെസ്. ഓക്കെ, അപ്പൊ PMR ഓർത്ത് വെക്കാം കേട്ടോ. പേഴ്സണൽ മെഡിക്കൽ റെക്കോർഡ്. പേഴ്സണൽ മെഡിക്കൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെ മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ PMR എന്ന് പറയുന്നത് കേട്ടോ. അവിടെ വരെ എടുത്തൊന്ന് വായിക്കാമോ? ഐഡന്റിഫിക്കേഷൻ സ്ക്രീനും പ്രോബ്ലം ലിസ്റ്റും മെഡിക്കേഷൻ റെക്കോർഡ് ഒന്ന് വായിച്ചു നോക്കൂ. വായിച്ചു നോക്കൂ കേട്ടോ.
Okay. ഇനി നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി ആൻഡ് ഫിസിക്സ് ആണ്. ഇത് നമ്മുടെ ചരിത്രവും ഫിസിക്സും ആണോ? ശരിക്കും നോർമൽ ഫിസിക്സും ഹിസ്റ്ററി ആണോ നോക്കുന്നത്? അല്ല അല്ലേ? ഹിസ്റ്ററി ഓഫ് പേഷ്യൻ അല്ലേ? വെരി ഗുഡ്. Okay. History and physics. The history component of the report describes any major illness and surgeries the patient has had, any significant family history of diseases, patient health habits, and current medications. എന്താണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്? പേഷ്യന്റ് ഹിസ്റ്ററി ആണ് അല്ലെ? പേഷ്യന്റിന്റെ ആ ഭൗതികപരമായിട്ടുള്ള ഒരു എന്തിനെ കുറിച്ചുള്ള ഒരു ചരിത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മള്? ആളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് അല്ലെ? യെസ്. അതായത് മേജർ ആയിട്ടുള്ള ഏതെങ്കിലും ഇൽനെസ് ഉണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫാമിലി ഹിസ്റ്ററിയിൽ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട് അല്ലെ? ഹെൽത്ത് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി എല്ലാ പാരന്റ്സിന് വന്ന അസുഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ജനറ്റിക് ആയിട്ട് കുറെ ആൾക്കാർക്ക് എന്താണ് പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ വരാറില്ല. ഹെറിഡിറ്ററി ഡിസീസസ് എന്ന് പറയുന്നത്, ഹെറിഡിറ്ററി ഡിസീസസ് പാരമ്പര്യ അസുഖങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില ഹെൽത്ത് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നവര്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലും മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്നവര്. അപ്പൊ ഓരോ പേഷ്യൻസിന്റെയും ഹിസ്റ്ററി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്തത വരുന്നത്? അവരുടെ രോഗാവസ്ഥ എന്താണോ, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഹിസ്റ്ററി എന്താണോ അതിനനുസരിച്ച് വ്യത്യാസം വരും അല്ലെ? ചിലവർക്ക് ഹാർട്ടിന്റെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് പാരമ്പര്യമായിട്ട് തന്നെ എല്ലാവർക്കും ഹാർട്ട് ഇഷ്യൂസ് ഉള്ളവരായിരിക്കും അല്ലെ? അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായി നമുക്ക് എന്താ പറയാ, ശ്വാസം മുട്ട് പോലുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഫിക്സ് ഒക്കെ, അല്ലെങ്കിൽ അപസ്മാരം, ഇതൊക്കെ കുറെ പേർക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അല്ലെ? അങ്ങനെയുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് പിന്നീട് അത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള ഭൗതിക പരിസ്ഥിതി എന്താണ്, അല്ലെങ്കിൽ അവിടെ ഒരാളുടെ ഫാമിലി ഹിസ്റ്ററി എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹിസ്റ്ററി ആൻഡ് ഫിസിക്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാമോ? ഹിസ്റ്ററി കമ്പോണന്റ് ഓഫ് ദ റിപ്പോർട്ട് ഡിസ്ക്രൈബ്. ഹിസ്റ്ററി കമ്പോണന്റ് എന്ന് പറഞ്ഞു, അത് എന്തായാലും ഉൾപ്പെടുന്നത്? ഹിസ്റ്ററി കമ്പോണന്റില് ദ റിപ്പോർട്ട് ഡിസ്ക്രൈബ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. That the report describe any major illness and surgeries that the patient has had, and any significant family history of diseases, patient health habits, and current medications. ഇതാണ് ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ഏതെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സർജറി റിലേറ്റഡ് ആയിട്ട് അസുഖങ്ങളുള്ളവരാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കറണ്ട് ഇഷ്യൂസിനെ ഫോളോ ചെയ്യുന്നവരാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കാറില്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഡോക്ടർ വീട്ടിൽ ആരെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിക്കാറില്ല നമ്മളോട്? അച്ഛനോ മുത്തശ്ശനോ അമ്മയ്ക്കോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അവരത് ചോദിക്കുന്നത്? നമ്മുടെ ഫാമിലി ഹിസ്റ്ററി നോക്കുകയാണ്, നമ്മുടെ അസുഖത്തിന്റെ തീവ്രത അറിയാനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത്, അതിന്റെ ആഴങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഹിസ്റ്ററി ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും അണ്ടർലൈൻ ചെയ്തോ നിങ്ങള്? ഓക്കെ, the information for the history
provided by the patient or someone acting on his or her behalf and is documented by the attending physician or other care provider at the beginning of or immediately prior to an encounter to the treatment episode. അപ്പൊ നമ്മള് ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി ആദ്യം അല്ലെ അത് എഴുതുന്നത് ഏത് സമയത്താണ് നമ്മളത് എഴുതുന്നത്? ഒന്നില്ലെങ്കിൽ ഓക്കെ നമുക്കറിയാം അത് തുടക്കത്തിലാണ് അല്ലെ, ആ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടർ പേഷ്യന്റ് നേരിട്ട് കാണുന്ന ഒരു സമയത്താണ്. ചിലപ്പോ പേഷ്യന്റ് ആയിരിക്കും ഇത് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ആരായിരിക്കും കൂടെ ആരാണോ ഉള്ളത് അയാൾക്കായിരിക്കും ചിലപ്പോൾ വ്യക്തമായിട്ട് അറിയാൻ. ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കായിരിക്കും നമ്മുടെ കുട്ടികളുടെ ബാക്കി ഡീറ്റെയിൽസ് പറയാൻ കഴിയും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി എന്താണെന്ന് പറയാൻ പറ്റുന്നത് നമുക്കായിരിക്കും അല്ലെ. അങ്ങനെ ആരെങ്കിലും ഈ പേഷ്യന്റോ അല്ലെങ്കിൽ കൂടെയുള്ള ആളായിരിക്കും അത് വിശദീകരിക്കുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല ഫസ്റ്റ് ആ ട്രീറ്റ്മെന്റ് എപ്പിസോഡ്, ആ ഫസ്റ്റ് ഘട്ടത്തിലാണ് ഇത് ആ ഒരു ഡോക്ടർ ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ അത് ഡോക്യുമെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഈ ഹിസ്റ്ററീസ് എന്താണ് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കേട്ടോ. അതായത് പേഷ്യന്റിൽ നിന്നും എന്താണ് അദ്ദേഹം ചോദിച്ചറിയുന്നത്, ആളുടെ ഹിസ്റ്ററിയാണ് ചോദിച്ചറിയുന്നത്. അതായത് ആ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററിയാണ് അതിൽ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇയാൾക്ക് വരാൻ ഹിസ്റ്ററി അന്വേഷിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വരാനുള്ള സാധ്യത എന്നറിയാൻ വേണ്ടി ചിലപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും ഘടകങ്ങളായിരിക്കും. അതെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി നമ്മൾ ആ പേഷ്യന്റിന്റെ ഒരു ചരിത്രം അന്വേഷിക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇത്രയും കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഡോക്ടറിന് എന്തെങ്കിലും ഒരു ഫൈൻഡിങ്സിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ അല്ലെ. ഓൾറെഡി ആളെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ മാത്രമേ ഡോക്ടർക്കും എന്തെങ്കിലും നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഫിസിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫിസിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും രോഗിയുടെ ഫിസിക്കൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ? The physical section of this report describes the findings from the physician hands-on examination of the report. എന്തായിരിക്കും? ഡോക്ടർ എന്താണ് രോഗിയെ ഫിസിക്കലായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സിന് കിട്ടുന്ന ഒരു ഫൈൻഡിങ്സ്, ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സിന് കിട്ടുന്ന എക്സാമിൻ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുമ്പോൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ആളുടെ ഫിസിക്കൽ പരിസ്ഥിതിയിൽ അല്ലെ, ഭൗതിക പരിസ്ഥിതിയിൽ നിന്നും ആ പേഷ്യന്റിൽ നിന്ന് കണ്ടെത്തുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, യെസ്. മനസ്സിലായോ പറഞ്ഞ ഫിസിക്കൽ എന്താണെന്ന്, ഫിസിക്കൽ സെക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ആ പേഷ്യന്റിനെ ഡയറക്റ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിൽ രേഖപ്പെടുത്തുന്നത്. The history and physical together document the initial assessment of the patient for the particular care episode and provide the basis for all diagnosis and subsequent treatment. അപ്പോ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പേഷ്യന്റിനെ നല്ലൊരു രീതിയിൽ ഒരു ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ, ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം. ഓൾറെഡി ആളുടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം, അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള സെക്ഷൻസും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓൾറെഡി ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെന്റ് ആൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. മനസ്സിലായോ ഇവിടെ പറഞ്ഞത്? Then they also provide a structure that allows physicians and other care providers to document important findings. Also, obtaining the initial history and physical is one of the one-time activity during episode of care. Okay, yes. അപ്പോൾ നമുക്ക് ഇത്തരം ഫൈൻഡിങ്സ് നമ്മൾ കണ്ടെത്തുന്നത് രോഗിയുടെ നിർണായകമായിട്ടുള്ള ഒരു അവസ്ഥയെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്ററി ഫിസിക്സ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് രോഗിയെ കാണുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ അസസ് ചെയ്യുന്നത് അല്ലെ. മാത്രമല്ല തുടർന്നുള്ള ചികിത്സയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ തുടർന്ന് രോഗിയെ ചികിത്സിക്കണമെങ്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതിന്റെ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് അല്ലെ. ആളുടെ ഹിസ്റ്ററി ഫിസിക്സ് നമുക്ക് ആ രോഗിക്ക് ഡോക്ടറിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആൾക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ. ഓക്കെ, ഇനി നമ്മളിത് ഒരു പ്രാവശ്യമായിരിക്കുള്ളൂ ആദ്യം സെലക്ട്. ഹിസ്റ്ററിയും ഫിസിക്സും നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? പേഷ്യന്റിനെ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്താണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചോദിച്ചറിയുന്നത് അല്ലെ. പിന്നീട് ഇതിന്റെ ആവശ്യകത ഉണ്ടോ? അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കെയറിൽ മാത്രം നമ്മളിത് രോഗിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയോ? പിന്നീട് ഇതിന്റെ ആവശ്യകത ഉണ്ടോ? പിന്നീട് ഈ ഡീറ്റെയിൽസിന്റെ ഈ ഇൻഫർമേഷന്റെ ആവശ്യകത ഉണ്ടോ? ഉണ്ട്. അതായത് വീണ്ടും വീണ്ടുമുള്ള പേഷ്യന്റിന്റെ മറ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നടക്കുന്ന സമയത്തും
പിന്നീട് ഡോക്ടേഴ്സിന് ഇത് അനലൈസ് ചെയ്യേണ്ടി വന്നേക്കാം അല്ലെ. അതായത് ഹിസ്റ്ററിയും ഫിസിക്സും ഓൾറെഡി ആളുടെ ഭൗതിക പരിസ്ഥിതിയും ആളുടെ രോഗാവസ്ഥയെ കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീടുള്ള ആളെ ഒന്ന് നമ്മൾ പിന്നീട് ഇടയ്ക്ക് റീ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകളോ എന്തെങ്കിലും ടെസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രസ് ഉണ്ടോ, അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യകാലങ്ങളിൽ ആ ഹിസ്റ്ററീസ് ചെക്ക് ചെയ്യും അല്ലെ. അയാൾ എങ്ങനെയായിരുന്നു, ആളുടെ സിംറ്റംസ് ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, ഇപ്പൊ അതിന് വല്ല പ്രോഗ്രസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മള് പിന്നെയും ഇതെന്ത് ചെയ്യും, റീ അസസ്മെന്റ് ചെയ്യാറുണ്ട്. ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യമാണ് ആളുടെ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് ഇത് റീ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻസിന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആളുടെ പ്രോഗ്രസിന് വേണ്ടിയിട്ട് നോക്കേണ്ടതായിട്ടും വന്നേക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഹിസ്റ്ററി ഫിസിക്സ് രണ്ടും രണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഫിസിക്സ് ഉദ്ദേശിക്കുന്നത് ആളുടെ നേരിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ഹിസ്റ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇൽനെസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പേഷ്യന്റ് ഹെൽത്ത് ഹാബിറ്റ്സും കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ, ഈ ഫാമിലി ഹിസ്റ്ററീസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, നെക്സ്റ്റ് കണ്ടന്റ് എന്താണ്, പേഷ്യന്റ് റെക്കോർഡിന്റെ അടുത്ത കണ്ടന്റ് ആണ് പ്രോഗ്രസ് നോട്ട്സ്. പ്രോഗ്രസ് നോട്ട് എന്തായിരിക്കും? പ്രോഗ്രസ് നോട്ട്, പ്രോഗ്രസ് നോട്ട് എന്താണ് പറഞ്ഞേ? പ്രോഗ്രസ് നോട്ട് എന്തായിരിക്കും? എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രസ് നോട്ട് ഉപയോഗിക്കുന്നത്? എന്ത് മെഷർ ചെയ്യാനായിരിക്കും? ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ രോഗ അവസ്ഥയിൽ നിന്നുള്ള പ്രോഗ്രസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. യെസ്, നോക്കാം ട്രീറ്റ്മെന്റിൽ ഉണ്ടാവുന്ന പ്രോഗ്രസ്. വെരി ഗുഡ്. Progress notes are made by the physician, nurses, therapists, social workers and other staff members caring for the patient. അപ്പൊ ഒരു രോഗിയെ നോക്കുന്ന ഏതൊരു തരം വ്യക്തിയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് മെയ്ഡ് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത് ആരൊക്കെയാണ്? ഫിസിഷ്യൻ, അണ്ടർലൈൻ ചെയ്യാട്ടോ, ഫിസിഷ്യൻ, നഴ്സസ്, തെറാപ്പിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് കെയറിംഗ് ഫോർ ദ പേഷ്യന്റ്. ഓക്കെ, പേഷ്യന്റ് പ്രോഗ്രസ് നോട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. അത് പേഷ്യന്റ് പ്രോഗ്രസ് നോട്ട് എന്ന് വേണമെങ്കിൽ എഴുതിക്കോ, കുറച്ചുകൂടി മനസ്സിലാവും. പേഷ്യന്റ് പ്രോഗ്രസ് നോട്ട് ആരാണ് തയ്യാറാക്കുന്നത്? ഫിസിഷ്യൻസ്, നഴ്സസ്, തെറാപ്പിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. ഇപ്പൊ രോഗിയെ പരിചരിക്കുന്ന വ്യക്തികൾ ആരാണോ അവർക്ക് എല്ലാവർക്കും എന്ത് തയ്യാറാക്കാവുന്നതാണ്. അതായത് അവരുടെ ഒരു നേരിട്ടുള്ള നിഗമനത്തിൽ അല്ലെങ്കിൽ പേഷ്യന്റിനെ കാണുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ്സ് ആള് കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ ആര് നോക്കിയാൽ എന്താണ് അത് നോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് പഠിക്കണം കേട്ടോ, ആരൊക്കെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് പഠിക്കാം. അണ്ടർലൈൻ ചെയ്തല്ലോ. അണ്ടർലൈൻ ചെയ്തോ? Okay. നോക്കാം. Each provider is responsible for the content of his or her notes. ഇനി ഇത് ഈ പ്രോഗ്രസ് നോട്ട് ആര് തയ്യാറാക്കിയാലും, ഇപ്പൊ ഫിസിഷ്യനോ നഴ്സോ അല്ലെങ്കിൽ മറ്റു വർക്കേഴ്സ് ആര് തയ്യാറാക്കിയാൽ തന്നെ ആ എഴുതുന്ന കണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അവർക്ക് തന്നെയാണ് അല്ലെ. ആരാണോ അത് തയ്യാറാക്കുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് ഉള്ളത്. പ്രോഗ്രസ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണോ, ഒരു രോഗിയെ കുറിച്ച് പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്ന വ്യക്തി ആരാണോ അവരുടെ ഫൈൻഡിങ്സ് ആണ് അവർ അതിൽ കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിൽ തെറ്റ് വരാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പൊ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും അവർക്ക് തന്നെയായിരിക്കും കേട്ടോ. Then progress notes should reflect the patient's response to treatment along with the provider's observation and plans for continued treatment. Each progress note should reflect the patient's response to treatment along with the provider's observation and plans for continued treatment. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്?
അതായത് രോഗിയുടെ ഇംപ്രൂവ്മെന്റ് ആണല്ലോ നമ്മളിവിടെ നോക്കുന്നത്. നമ്മളൊരു ചികിത്സ കൊടുക്കുന്നുണ്ട്, ആ കൊടുക്കുന്ന ചികിത്സ ശരിക്കും അയാൾക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം അല്ലെ. റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഓരോ പീരീഡിലും ഓരോ പ്രൊവൈഡേഴ്സും എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, മാത്രമല്ല ഒബ്സർവേഷന്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ളത് അതിനുശേഷം അടുത്ത സ്റ്റെപ്പുകൾ നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു 5 ദിവസം ഒരു മരുന്ന് കൊടുക്കും, 5 ദിവസം കഴിയുമ്പോൾ ഡോക്ടർ നോക്കുന്ന സമയത്ത് ആൾക്ക് എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ആ കൊടുത്ത ഡോസുകളൊക്കെ ആയിരിക്കും പിന്നെയും കൊടുക്കുന്നത് ആണോ, ഡോസ് കുറയ്ക്കും അല്ലെ. പിന്നെ മരുന്നിന്റെ ഇടവേളകൾ കുറയ്ക്കും. ഇത്ര ദിവസം ഈ ഒരാഴ്ച ഇത് കഴിച്ചാൽ നിർത്താം എന്ന് പറയും അല്ലെ. ബാക്കി മറ്റ് എക്സസൈസും കാര്യങ്ങളും ഫോളോ ചെയ്താൽ മതി എന്ന് പറയും. ഓക്കെ, അപ്പോ അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ് ആൾക്ക് ഫലിക്കുന്നുണ്ട്, ആൾക്ക് പ്രോഗ്രസ് ഉണ്ട്, അസുഖം മാറുന്നുണ്ടെന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ തന്നെ പിന്നീട് മാറ്റുന്നതും കണ്ടിന്യൂ ചെയ്യാനുള്ളതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതും അല്ലെ. യെസ്, there are many fond of progress note. അപ്പോ നമ്മൾ ഇത് മെഡിക്കൽ തയ്യാറാക്കുന്ന സമയത്ത് ഇതിനെ ഫോണ്ടുകൾ എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രോഗ്രസ് നോട്ടിനെ, പേഷ്യന്റ് പ്രോഗ്രസ് നോട്ടുകൾ നമ്മൾ ഒരു ഫോണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ ഫെസിലിറ്റീസിലും പല പല ഫോണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ആ നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ, സൂചകങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ നമ്മള്. ഓക്കെ, അതിനാണ് ഫോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ പ്രോഗ്രസ് ഓരോ പേഷ്യൻസിനെ കാണിക്കാൻ വേണ്ടി ഓരോ ഈ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്താണ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ പല പല ഫോർമാറ്റുകൾ അവർ ഉപയോഗിക്കും. ഓക്കെ, ചില ഓർഗനൈസേഷൻ സെയിം ആയിട്ടുള്ള, അതായത് ഓരോ ഹോസ്പിറ്റലിലും ഇത് കണ്ടെത്താൻ വേണ്ടി പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കാൻ ഓരോ ഫോർമാറ്റുകൾ ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ വ്യത്യാസമായിരിക്കും, ചിലതിൽ എന്തായിരിക്കും സെയിം ആയിരിക്കും. എന്നിരുന്നാൽ പോലും എന്താണ്, ചിലർ കസ്റ്റമൈസ് ചെയ്തിരുന്ന ഫോർമാറ്റുകൾ ഉണ്ട്, പ്രോഗ്രസ് നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കസ്റ്റമൈസ് ചെയ്യുന്ന ഫോർമാറ്റുകൾ. പക്ഷെ എന്നിരുന്നാൽ പോലും മിക്ക ഹോസ്പിറ്റലിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺലി യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണെന്ത്, SOAP എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പേഷ്യന്റിന്റെ പ്രോഗ്രസുകൾ നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാറ്റുകളാണെന്ത്, SOAP ഫോർമാറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ, there are many fond of progress note. In some organization or care providers use the same note format. ചില ഓർഗനൈസേഷൻ അവർ സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും, ചിലവർ എങ്ങനെയാണ്, each type of use of customized format. Okay, then commonly നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, commonly used format for a progress note in the SOAP format. Okay, yes, ഈ SOAP format എന്ന് പറയുന്നത് providers are expected to enter notes divided into 4 components. അതായത് ഒരു രോഗിയുടെ പ്രോഗ്രസിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു കോഡിംഗ് സംവിധാനം പോലെ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ് SOAP. അതിനെ നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു രോഗിയുടെ രോഗാവസ്ഥയെ അതിന്റെ പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 ഭാഗങ്ങളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്, SOAP എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഓരോന്ന് എന്താന്ന് നോക്കാം. S എന്താണ്, അങ്ങനെ 4 കമ്പോണൻസിന്റെ അടിസ്ഥാനത്തിൽ 4 SOP കമ്പോണൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു പേഷ്യന്റിന്റെ അസുഖത്തിന്റെ നില, പ്രോഗ്രസ് എന്താവുന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഫൈൻഡിങ്സ് കമ്പോണന്റ് ഏതാണ്, സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, അസസ്മെന്റ്, പ്ലാൻ. ഓക്കെ, ആദ്യത്തേത് എന്താണ് സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോട്ട് ചെയ്ത് നോക്കോളൂ കേട്ടോ. സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പേഷ്യൻസ്, സിംറ്റംസ്, ഫീലിംഗ്സ്, എക്സ്പീരിയൻസ്. സബ്ജക്റ്റീവ് ഫൈൻഡിങ് എന്ന് പറയുന്നത് പേഷ്യൻസ്, സിംറ്റംസ്, feelings, experiences. ഓക്കെ, എഴുതിയോ? സബ്ജക്റ്റീവ് ഫൈൻഡിങ്സുകളാണ് പേഷ്യന്റിന്റെ സിംറ്റംസ് വരുന്നുണ്ട്, ഫീലിംഗ്സ് ഉണ്ട്, അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് എന്തായിരിക്കും, ഒബ്ജക്റ്റീവ് ഇത് നമുക്ക് മെഷറബിൾ ഡാറ്റയാണ്. മെഷറബിൾ ഡാറ്റ എഴുതി ഞാൻ പറഞ്ഞുതരാം. മെഷറബിൾ ഡാറ്റ, ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെഷറബിൾ ഡാറ്റ. നമ്മൾ എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ട് മെഷർ ചെയ്യുന്നത്, ബ്രാക്കറ്റിൽ എഴുതാം. മെഷറബിൾ ഡാറ്റ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ എന്താ എഴുതേണ്ടത്, വൈറ്റൽ സൈൻസ്, കോമ
lab test result, lab test result, vital signs and lab test results, etc. Objective findings എന്താ വരുന്നത്? vital measurable ഡാറ്റയില് vital signs വരുന്നുണ്ട്, lab test result വരുന്നുണ്ട്. അസസ്മെന്റിലോ ഞാൻ പറഞ്ഞു തരാട്ടെ എന്താണ് വന്നിട്ട്. അസസ്മെന്റ് എന്താണ്? diagnosis or evaluation, diagnosis or evaluation. അസസ്മെന്റിന്റെ നേരെ എഴുതാം diagnosis or evaluation. Then plan, plan എന്തായിരിക്കും? treatment plan and next step, treatment plan and next step, treatment plan and next step. treatment plan and next step. Okay. ഇവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഇത് എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഒരു പേഷ്യന്റിന്റെ പ്രോഗ്രസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് SOAP എന്ന് പറയുന്നത്. ഓക്കെ, ഈ SOAP-നെ നമ്മൾ 4 കമ്പോണൻസുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് ആൻഡ് അസസ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ഒരു ഡോക്ടർ പ്രോഗ്രസ് ഉണ്ടാകും നോക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഓഫ് ഓൾ നടക്കുന്ന കാര്യം എന്താണ്? സിംറ്റംസ് ചെക്ക് ചെയ്യും. ആളുടെ ഫീലിങ്സ് എന്താണ്? ആ രോഗവുമായി ബന്ധപ്പെട്ട ആള് എന്താണ് ആളുടെ ഫീലിങ്സ് വരുന്നത് അല്ലെ? അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചിട്ട് പിന്നെ ആൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവസ്ഥ എന്താണ് അല്ലെ? അതാണ് നമ്മുടെ സബ്ജക്റ്റീവ് ഫൈൻഡിങ്സിൽ ആദ്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് എന്ന ആളുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട സിംറ്റംസും ഫീലിങ്സും എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് എന്താണ്? ഒബ്ജക്റ്റീവ് ചെയ്യണം. നമ്മളിപ്പോ സിംറ്റംസ് കാര്യങ്ങൾ കണ്ടു അല്ലെ? നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ മെഷർമെന്റ് അറിയണം. അതിന് നമുക്ക് കുറച്ച് ഡാറ്റ കളക്ട് ചെയ്തേ മതിയാവും. അതിനുവേണ്ടി നമ്മൾ ഏതൊക്കെ ഡാറ്റാസ് ആണ് കളക്ട് ചെയ്യുന്നത്? ആളുടെ വൈറ്റൽ സൈൻസുകൾ നമ്മൾ ചെക്ക് ചെയ്യും അല്ലെ? BP, ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻസ്, മറ്റ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്? മറ്റ് ബ്ലഡ് ഇവാലുവേഷൻ ഉൾപ്പെടെ ബ്ലഡ് റിസൾട്ട്, യൂറിൻ റിസൾട്ട് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ഇതാണ് ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സിൽ വരുന്നത്. ഓക്കെ, ചെക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താണ്? അസസ്മെന്റ്. അസസ്മെന്റ് എന്താണ്? നമ്മൾ ആളെ ഡയഗ്നോസിസ് ചെയ്യും അല്ലെങ്കിൽ ആളെ നമ്മള് ഇവാലുവേറ്റ് ചെയ്യും. എന്താണ് ആളുടെ സ്പെസിഫിക് ആയിട്ട് രോഗം ഉണ്ടെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ പ്ലാൻ. പ്ലാൻ എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് കൊടുക്കേണ്ടത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ട്രീറ്റ്മെന്റ് ആൾക്ക് കൊടുക്കണം, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആദ്യം രേഖപ്പെടുത്തുന്ന 4 കമ്പോണൻസ് ആണ്. ഈ കമ്പോണൻസ് വെച്ചിട്ടായിരിക്കും ബാക്കി എന്ത് നോക്കുന്നത്? നമ്മള് ഓരോ സ്റ്റേജിലും ആൾക്ക് ഉണ്ടാവുന്ന പ്രോഗ്രസ് നമ്മൾ നോട്ട് ചെയ്ത് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ സബ്ജക്റ്റീവ് ഫൈൻഡിങ്സിന് ഭയങ്കര വലിയ സിംറ്റംസും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ആൾക്ക് ഉണ്ടാവുന്നത് അല്ലെ? മരുന്നുകളും ട്രീറ്റ്മെന്റ് ചെയ്തു വന്നതോടുകൂടി എന്തായിരിക്കും? ടെസ്റ്റ് റിസൾട്ടിൽ പോലും ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അല്ലെ? കൗണ്ട് കൂടുതലും അല്ലെങ്കിൽ RBC കൗണ്ട് ഒക്കെ ഒരുപാട് കൂടുതൽ, BP വേരിയേഷൻ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് വ്യത്യാസം വരും? ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വ്യത്യാസം വരും. സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് സിംറ്റംസ് മാറും. ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യുന്ന സമയത്ത് BPയിലെ വേരിയേഷൻസ് ഓക്കെ ആവും അല്ലെ? ബ്ലഡ് റിസൾട്ട് ഓക്കെ ആവും, കൗണ്ട് ഒക്കെ നോർമൽ ആവും. അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് രോഗത്തിന്റെ പൂർണ്ണാവസ്ഥ, നിങ്ങൾക്ക് ഈ ടെസ്റ്റ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആള് ഓക്കെ ആയിട്ടുണ്ടാവും അല്ലെ? പിന്നെ ഫർദർ ട്രീറ്റ്മെന്റ് നമുക്ക് ചിലപ്പോൾ ഒരു നോർമൽ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കൊടുത്താൽ മതിയാവും. ഓക്കെ, മനസ്സിലായോ? പ്രോഗ്രസ് നോട്ട് എന്താണ് SOAP എന്ന് പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം പ്രോഗ്രസ് നോട്ട്.
ഓക്കെ, ക്ലിയർ ആണോ? ഇതാരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പഠിക്കണം കേട്ടോ. പ്രോഗ്രസ് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? SOP-ൽ വരുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. 4 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം കേട്ടോ. കൺസൾട്ടേഷൻ മുതലുള്ളത് അടുത്ത ക്ലാസ്സിൽ എടുക്കും. ടീച്ചർ ഇത്രയും നോക്കിയിട്ടുള്ളൂ, ഞാൻ ഇവിടെ വരെ എത്തുമെന്ന് വിചാരിച്ചില്ല. കൺസൾട്ടേഷൻ പഠിച്ചിട്ടില്ല ഞാൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പേഷ്യന്റ് റെക്കോർഡ്സിന്റെ കണ്ടന്റുകളാണ് അല്ലെ. അപ്പൊ പല പല ഇൻഡിവിജ്വൽസ് നമ്മൾ പറഞ്ഞില്ലേ, പല പല ആൾക്കാരാണ് ഇത് ഓരോന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഫിസിഷ്യൻസ് നേഴ്സ് മാത്രമല്ല, ഹെൽത്ത് കെയർ മേഖലയിലെ പല ഇൻഡിവിജ്വൽസ് ആണ് ഓരോ റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തേതാണ് എന്താ? ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ റെക്കോർഡ്. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നതാണ് അല്ലെ. ഫസ്റ്റ് ഒരു രജിസ്ട്രേഷൻ അഡ്മിഷന്റെ ഭാഗമായിട്ടാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിങ് ചെയ്യുന്നത്. പിന്നെ പ്രോബ്ലം ലിസ്റ്റ്. ഒരു പേഷ്യന്റിന്റെ സ്പെസിഫിക് ആയിട്ട് ആൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇല്ലസിനെ കുറിച്ചുള്ള ലിസ്റ്റ് ഔട്ട് ആണ് എന്ത്? പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ആർക്ക് വേണമെങ്കിലും പ്രോബ്ലം ലിസ്റ്റ്, ഹെൽത്ത് കെയർ മേഖലയിലുള്ള ആർക്ക് വേണമെങ്കിലും പ്രോബ്ലം ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. മെഡിക്കേഷൻ റെക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അതിന്റെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് എന്നും കൂടി പറയുന്നുണ്ട്, MAR. അതുപോലെ തന്നെ ഒരെണ്ണമാണ് പേഴ്സണൽ മെഡിക്കേഷൻ റെക്കോർഡ്, PMR കേട്ടോ. ഇതില് ഒരു പേഷ്യന്റിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ആണ്, മെഡിക്കേഷൻസിനെ കുറിച്ചുള്ള എല്ലാ പ്രിസ്ക്രിപ്ഷൻസും, ഡോസേജസ്, ഫ്രീക്വൻസി, പർപ്പസസ്, അതിന്റെ ബ്രാൻഡഡ് ആണോ, ജനറിക് മെഡിസിൻസ് ആണോ എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അതിലുണ്ടായിരിക്കും. അലർജിക് മെഡിസിൻസ് ഉള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എന്താണ്, ഡോക്ടേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും റിട്ടേൺ നിർദ്ദേശം അല്ലെങ്കിൽ വെർബൽ ആയിട്ടുള്ള ഡയറക്ഷൻസ് അനുസരിച്ച് നഴ്സുമാരായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നഴ്സുമാർ അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ പ്രിസ്ക്രിപ്ഷൻസ് അനുസരിച്ചിട്ടാണ് മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പേഷ്യൻസ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? Any major illness, surgeries, and patient has had any significant family history of diseases, patient health habits, and current medications. Okay, the patients in the ഡിസീസസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടീഷൻസ്, അതിന്റെ ഒരു ചരിത്രമാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഹിസ്റ്ററി, അതായത് നേരിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് ഓൾറെഡി ആൾക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കാൻ സാധിക്കും. ഓരോ ഫിസിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം കൂടിയാണ്. പിന്നെ നമ്മളിത് ഒരു പ്രാവശ്യം മാത്രമാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും റീ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പല ടെസ്റ്റ് റിസൾട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹിസ്റ്ററി ഡിസീസുകൾ ഒന്നുകൂടി അനലൈസ് ചെയ്തേ മതിയാവും. ഓക്കെ, ദെൻ പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത് അറിയാമോ? പേഷ്യൻസിന്റെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ എത്രത്തോളം ആൾ പ്രോഗ്രസ് കാണിക്കുന്നുണ്ടെന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അത് 4 കമ്പോണൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് ആൻഡ് അസസ്മെന്റ് പ്ലാൻ. പിന്നെ ഇത് തയ്യാറാക്കുന്നത് ഫിസിഷ്യൻസ്, നഴ്സ്, തെറാപ്പിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഒരു രോഗിയെ പരിചരിക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും തന്നെ എന്താണ് പ്രോഗ്രസ് നോട്ട് തയ്യാറാക്കുന്നത്, പ്രത്യേകിച്ച് ഇത്തരം വ്യക്തികൾ. ഓക്കെ, ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ പല ഫോണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഓർഗനൈസേഷനും പല പല ഫോണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലവര് സെയിം ഉപയോഗിക്കും, ചിലതിൽ വ്യത്യസ്തമായിരിക്കും. കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രോഗ്രസ് നോട്ടുകളുണ്ട്. എന്നാലും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് 4 കമ്പോണൻസിന്റെ SOPs ആണ് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല,
ഇന്നത്തെ ക്ലാസ് ഓക്കെയാണ്. ഇത്രയും ദിവസത്തെ ക്ലാസ് ഓക്കെ അല്ലായിരുന്നു ലക്ഷ്മി? വെറുതെ വെച്ചേണ്ട ടീച്ചർ, നിനക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ പഠിച്ചെടുക്കാൻ പാടുള്ളതാണൊക്കെ. കഴിഞ്ഞ ക്ലാസ്സൊക്കെ ബോറായിരുന്നോ? നിങ്ങൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടീച്ചറെ ക്ലാസ് കൊള്ളൂലായിരുന്നു പറഞ്ഞാൽ നല്ല കാര്യമാണ്. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമപ്പോ. നല്ലതാണെന്ന് പറഞ്ഞാൽ അതിലും നല്ലതാണ്. പഠിച്ചൊക്കെ തുടങ്ങിയിരിക്കോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ചിലപ്പോഴൊന്നും മനസ്സിലാവില്ല. എന്റെ ക്ലാസ് തന്നെയാണോ അത് ലക്ഷ്മി? എടുക്കുന്നത് മനസ്സിലാവാത്തത് എന്നിട്ട് മനസ്സിലായോ, ക്ലിയർ ആയോ, ഓക്കെ ഓക്കെ ഇട്ട് പോവാറുണ്ടല്ലോ. കേട്ടപ്പോ അത് വിഷമമായല്ലോ. മനസ്സിലാവാറില്ല എന്ന് കേട്ടപ്പോ ഒരു വിഷമം. മൊത്തത്തിൽ പറഞ്ഞാണല്ലേ? ഓക്കെ. എക്സാം നിങ്ങൾക്ക് ഇപ്പൊ ഒരു 2-3 ആഴ്ച കൂടി ക്ലാസ് ഉള്ളൂ. അറിയാലോ, മാർച്ച് 3-ാം തീയതി നിങ്ങളുടെ ക്ലാസ് തീരും. മാർച്ച് 3-ാമത്തെ മാസം. എത്രാം തീയതി? ഇന്ന് 6. കുറച്ച് ദിവസങ്ങളുള്ളൂ. പയ്യെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചോ കേട്ടോ. ഗൈഡ് വാങ്ങിച്ചവര് ഗൈഡ് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.